ഹലോ ഗൈസ്, ഇന്നലെ സൗദി അറേബ്യ സമനിലയിൽ കേപ്പ് വെർദെ തളച്ചതോടുകൂടെ തീർച്ചയായിട്ടും കേപ്പ് വെർദെ ഈ ഒരു ഗ്രൂപ്പിൽ നിന്നും രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. റൗണ്ട് ഓഫ് 32 കളിക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ആദ്യമായിട്ട് വേൾഡ് കപ്പ് കളിക്കാൻ പോകുന്ന ഒരു കുഞ്ഞൻ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വമ്പൻ നേട്ടം തന്നെയായിരിക്കും. പക്ഷേ റൗണ്ട് ഓഫ് 32-വിൽ കേപ്പ് വെർദെയെ കാത്തിരിക്കുന്നത് വമ്പൻ സ്രാവുകളാണ്. അർജന്റീനയോടാണ് കേപ്പ് വെർദെ കളിക്കേണ്ടത്. അർജന്റീന ടീമിനെ സംബന്ധിച്ചിടത്തോളം റൗണ്ട് ഓഫ് 32 വളരെ എളുപ്പമായിരിക്കുമെന്ന് തന്നെയാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നതും. ശരിയാണ്, ഫുട്ബോളാണ്, ഒരു ടീമിനെയും നിസ്സാരമായിട്ട് കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ കേപ്പ് വെർദെ സ്പെയിനെയൊക്കെ സമനിലയിൽ തടച്ചുകൊണ്ട് അട്ടിമറി നടത്തിയതുമാണ്. പക്ഷേ അർജന്റീന എന്ന വമ്പൻ നിലവാരമുള്ള ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അവർക്ക് അനായാസമായി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് നിലവിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്നതും. അങ്ങനെയാണെങ്കിൽ റൗണ്ട് ഓഫ് 32-വിൽ കേപ്പ് വെർദെയെ തോൽപ്പിച്ചുകൊണ്ട് അർജന്റീന റൗണ്ട് ഓഫ് 16-ൽ എത്തുകയാണെങ്കിൽ അവിടെ അർജന്റീനയെ കാത്തിരിക്കുന്നത് ആരായിരിക്കും? ഒന്നുകിൽ ഓസ്ട്രേലിയ അല്ലെങ്കിൽ പിന്നെ ഈജിപ്ത്. ഈ രണ്ട് ടീമുകളിൽ ഒരു ടീം വരാനുള്ള സാധ്യതകൾ തന്നെയാണ് കൂടുതലായിട്ടും കാണുന്നത്. നല്ല ചാൻസ് ഉണ്ട് ഈ രണ്ട് ടീമുകളിൽ ഒരു ടീം വരാൻ. സോ അവിടെയും അർജന്റീനയ്ക്ക് അത്ര കടുപ്പമായിരിക്കില്ല കാര്യങ്ങളെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതൊക്കെ ഫുട്ബോളാണ്. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, എന്തും സംഭവിക്കാം. കഴിഞ്ഞ വേൾഡ് കപ്പിലും അർജന്റീനയോട് റൗണ്ട് ഓഫ് 16-ൽ ഏറ്റുമുട്ടിയ ടീമാണ് ഓസ്ട്രേലിയ എന്നുള്ള കാര്യവും മറക്കേണ്ടതില്ല. ഈജിപ്ത് ആണെങ്കിൽ മുഹമ്മദ് സലായുടെ നേതൃത്വത്തിൽ നല്ലൊരു തിരിച്ചുവരവ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. സോ ഒരു ടീമിനെയും നിസ്സാരമായിട്ട് കാണാൻ സാധിക്കില്ല. ബട്ട് അർജന്റീന എന്ന വമ്പൻ ടീം ഇവരെയൊക്കെ തോൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവരുടെ ആരാധകർ കാത്തിരിക്കുന്നതും. പിന്നീട് ക്വാർട്ടർ ഫൈനലായിരിക്കും അർജന്റീനയ്ക്ക് കുറച്ച് കടുപ്പമുള്ളൊരു എതിരാളികൾ വരാൻ പോകുന്നത്. ഇന്ന് നടക്കാൻ പോകുന്ന പോർച്ചുഗൽ കൊളംബിയ മത്സരത്തിലെ വിജയികൾ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുമല്ല ഒരു ഗ്രൂപ്പിൽ നിന്ന്. അവരോടായിരിക്കും മിക്കവാറും അർജന്റീന ക്വാർട്ടർ ഫൈനൽ കളിക്കാൻ പോകുന്നത്. ഇതൊക്കെ ഈ രണ്ട് ടീമുകളും പിന്നീടുള്ള യാത്രകൾ മുന്നോട്ട് പോവുകയാണെങ്കിലാണ് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ അർജന്റീന, പോർച്ചുഗൽ, ലയണൽ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ തമ്മിലുള്ളൊരു വമ്പൻ മത്സരം നമുക്ക് കാണാൻ സാധിച്ചേക്കും. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.